സാധാരണ രാത്രി അടച്ചുപൂട്ടിയ AC മുറിയിലേക്ക് ആരും കാണാതെ ഒരു അതിഥി ഇഴഞ്ഞുകയറി. ഇരുട്ടിൽ അതിൻ്റെ കണ്ണുകൾ തിളങ്ങി. ഒരു നിമിഷം കൊണ്ട് എല്ലാം കഴിഞ്ഞു. പിറ്റേന്ന് നേരം പുലരുമ്പോൾ ആ മുറിയിൽ നിന്നും ഉയർന്നത് ഒരു അമ്മയുടെ നെഞ്ചുപൊട്ടിയുള്ള നിലവിളിയായിരുന്നു. കൊല്ലം അഞ്ചലിലെ ആ വീട്ടിൽ സ്വന്തം കിടപ്പറയിൽ ഒരു പെൺകുട്ടി പാമ്പുകടിയേറ്റ് മരിച്ചു കിടക്കുന്നു. മരണം പ്രകൃതിയുടെ ഒരു ക്രൂരതയായി എല്ലാവരും കരുതിയ ആ നിമിഷം ആരും അറിയാതെ ഒരു കൊടും കുറ്റവാളി ഉള്ളിൽ ചിരിക്കുന്നുണ്ടായിരുന്നു. കാരണം അത് വെറുമൊരു പാമ്പുകടി ആയിരുന്നില്ല. ഒരു ജീവനെടുക്കാൻ മനുഷ്യൻ പ്രകൃതിയെ ആയുധമാക്കിയ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ആസൂത്രണമായിരുന്നു. ഉത്ര എന്ന ആ 25-കാരിക്ക് നേരെ ആദ്യമായല്ല മരണം ഇഴഞ്ഞെത്തുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഭർത്താവ് സൂരജിൻ്റെ അടൂരിലെ വീട്ടിൽ വെച്ചും അവൾക്കൊരു അണലിപ്പേടിയേറ്റതായിരുന്നു. അന്ന് മരണത്തിൻ്റെ വക്കിൽ നിന്നും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കുടുംബവീട്ടിൽ വിശ്രമത്തിൽ കഴിയുമ്പോഴാണ് രണ്ടാമതും വിധി അവിടെ തേടിയെത്തിയത്. കരിമൂർക്കൻ്റെ രൂപത്തിൽ. എയർ കണ്ടീഷൻ ചെയ്ത ജനലുകളും വാതിലുകളും അടച്ച ഒരു മുറിയിൽ എങ്ങനെ പാമ്പ് കയറി എന്ന ചോദ്യം ആദ്യമൊക്കെ ആരും കാര്യമാക്കിയില്ല. ഗ്രാമപ്രദേശങ്ങളിൽ പാമ്പുകടി സാധാരണമാണല്ലോ എന്ന ചിന്തയിൽ എല്ലാവരും അതിനെ ഒരു നിർഭാഗ്യകരമായ അപകട മരണമായി എഴുതിത്തള്ളി. എന്നാൽ ആ മാതാപിതാക്കളുടെ കണ്ണീരിൽ നിന്നും പോലീസിന്റെ മനസ്സിലേക്ക് ഒരു സംശയത്തിന്റെ വിത്ത് വീണു. ഇത്രയും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഒരേ പെൺകുട്ടിക്ക് 2 തവണ പാമ്പുകടി ഏൽക്കുക, അതും പൂർണ്ണമായും അടച്ച മുറിക്കുള്ളിൽ. കൊല്ലം ജില്ലാ ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തതോടെയാണ് അന്വേഷണത്തിന്റെ വഴി പാടെ മാറിയത്. DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം സംഭവസ്ഥലത്തെ സാഹചര്യങ്ങൾ ഓരോന്നായി പരിശോധിച്ചു. തുടർന്ന് പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മെഡിക്കൽ തെളിവുകളും അന്വേഷണ ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചു കളഞ്ഞു. ഉത്രയുടെ ശരീരത്തിൽ പാമ്പിൻ്റെ പല്ലുകൾ ആഴ്ന്നിറങ്ങിയതിൻ്റെ ആഴവും 2 മുറിവുകൾ തമ്മിലുള്ള അകലവും പ്രകൃതിദത്തമായ ഒരു പാമ്പുകടിയുടേതായിരുന്നില്ല. പാമ്പ് സ്വയം കടിക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ മുറിവുകളായിരുന്നു അത്. അതായത് പാമ്പിൻ്റെ തലയിൽ ബലമായി അമർത്തിപ്പിടിച്ച് ഇരയുടെ ശരീരത്തിലേക്ക് കൊത്തിച്ചതാണെന്ന് വലിയൊരു സംശയം ശാസ്ത്രീയമായി ഉയർന്നു വന്നു. പോലീസ് അന്വേഷണം സൂരജിലേക്ക് നീണ്ടു. അയാളുടെ ഫോൺ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. യൂട്യൂബിൽ പാമ്പുകളെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചും അവയുടെ വിഷത്തെക്കുറിച്ചും നിരന്തരം തിരഞ്ഞത് സൂരജായിരുന്നു. ഒടുവിൽ ചാത്തന്നൂരിലെ ഒരു പാമ്പുപിടുത്തക്കാരനായ സുരേഷുമായി അയാൾ നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായി സൈബർ സെൽ കണ്ടെത്തി. സൂരജിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് ഇന്ത്യയെ തന്നെ അമ്പരപ്പിച്ച ആ വലിയ ഗൂഢാലോചനയുടെ ചുരുളഴിഞ്ഞത്. പണത്തോടുള്ള ആർത്തി മൂലം ഉത്രയെ ഇല്ലാതാക്കാനും അവളുടെ സ്വർണവും സ്വത്തും സ്വന്തമാക്കാനും സൂരജ് മാസങ്ങളായി കെണിയൊരുക്കുകയായിരുന്നു. 10,000 രൂപ നൽകി സുരേഷിൽ നിന്നാണ് അയാൾ മൂർഖൻ പാമ്പിനെ വാങ്ങിയത്. പ്ലാസ്റ്റിക് ജാറിലാക്കി കൊണ്ടുവന്ന പാമ്പിനെ രാത്രിയിൽ ഉറങ്ങിക്കിടന്ന ഉത്രയുടെ ശരീരത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുകയായിരുന്നു. ആദ്യ തവണ കടിക്കാതിരുന്നപ്പോൾ പാമ്പിനെ ദേഷ്യം പിടിപ്പിച്ച് നിർബന്ധിച്ച് കടിപ്പിച്ചു. കടിയേറ്റ ഉത്ര വേദന കൊണ്ട് പിടയുമ്പോൾ നേരം പുലരുന്നതുവരെ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ഒരു രാക്ഷസനെ പോലെ സൂരജ് ആ മുറിയിൽ കാത്തിരുന്നു. കോടതിയിൽ ഈ കേസ് തെളിയിക്കുക എന്നത് പോലീസിന് വലിയൊരു വെല്ലുവിളിയായിരുന്നു. കാരണം പാമ്പിനെ കൊണ്ട് കൊലപ്പെടുത്തി എന്നതിന് ദൃക്സാക്ഷികളില്ലായിരുന്നു. ഇവിടെയാണ് കേരള പോലീസ് ഇന്ത്യയിൽ ഇന്നേവരെ കാണാത്ത രീതിയിൽ ശാസ്ത്രീയമായ ഡമ്മി പരീക്ഷണം നടത്തിയത്. ഉത്രയുടെ അതേ ഭാരമുള്ള ഒരു ഡമ്മി തയ്യാറാക്കി. അതിലേക്ക് മൂർഖൻ പാമ്പിനെ പ്രകോപിപ്പിച്ചു കടിപ്പിച്ചു. പാമ്പ് സ്വയം കടിക്കുമ്പോഴുള്ള മുറിവിൻ്റെ ആഴവും മനുഷ്യൻ ബലമായി പിടിച്ച് കടിപ്പിക്കുമ്പോഴുള്ള വ്യത്യാസവും ഈ പരീക്ഷണത്തിലൂടെ കൃത്യമായി രേഖപ്പെടുത്തി. പ്രശസ്ത ഫോറൻസിക് വിദഗ്ധരും വനം വകുപ്പിലെ പാമ്പ് വിദഗ്ധരും കോടതിയിൽ നൽകിയ ശാസ്ത്രീയ മൊഴികൾ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടച്ചു. അതിക്രൂരമായ ആസൂത്രണത്തിന് ഒടുവിൽ നിയമം അതിൻ്റെ പൂർണ്ണ ശക്തിയോടെ വിധി പ്രസ്താവിച്ചു. അപൂർവങ്ങളിൽ അപൂർവമായ ഈ കേസിൽ സൂരജിന് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. പ്രകൃതിയിലെ ഒരു ജീവിയെ സ്വന്തം പങ്കാളിയെ കൊല്ലാൻ ആയുധമാക്കിയ ആ കുറ്റവാളി ഇന്ന് അഴികൾക്കുള്ളിലാണ്. ഇരുട്ടിൻ്റെ മറവിൽ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ച ആ വലിയ ക്രൂരത ശാസ്ത്രത്തിൻ്റെയും കൃത്യമായ പോലീസ് അന്വേഷണത്തിൻ്റെയും മുന്നിൽ ഒടുവിൽ തോറ്റു തൊപ്പിയിട്ട ചോരക്കഥയായി ഇന്നും അവശേഷിക്കുന്നു.